സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിലെ കമ്പനി അനലൈസ് എന്ന 10ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് പോലെ ഒരു ഷെയർ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അത് അനലൈസ് ചെയ്ത് അതിൽ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ഇന്നത്തെ സ്റ്റോക്ക് ലിസ്റ്റിൽ നമ്മൾ എടുത്തേക്കുന്നത് കല്യാൺ ജുവല്ലേഴ്സ് ഇന്ത്യ എന്ന കമ്പനിയാണ്. ഞാൻ എങ്ങനെയാണ് ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ അതിനു വേണ്ടി ഞാൻ നോക്കും എന്നത് ഞാൻ നിങ്ങളെ കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊരു ബൈ റെക്കമെൻഡേഷൻ ആയിട്ട് നിങ്ങൾ കാണരുത്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഒരു കമ്പനി നമ്മുടെ കൈ കിട്ടിയാൽ നമ്മൾ എന്ത് ബിസിനസ്സാണ് ആ കമ്പനി ചെയ്യുന്നത് എന്ന് മസ്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. എന്നാൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് കല്യാൺ ജുവല്ലേഴ്സ് എന്ന ഷെയറാണ്. ഇത് നമുക്ക് ഭൂരിഭാഗം എല്ലാവർക്കും അറിയാം, ഇതൊരു ജ്വല്ലറി ബിസിനസ് ആണെന്ന്. എങ്കിലും നമ്മൾ ചെക്ക് ചെയ്തിരിക്കണം എന്തെല്ലാം ബിസിനസ്സാണ് ഇവർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇവർ പൈസ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് സ്ക്രീനർ വെബ്സൈറ്റാണ്. ഇതിനകത്ത് എബൌട്ട് എന്നൊരു സെക്ഷൻ ഉണ്ട്. ഇതിനകത്ത് കമ്പനിയെ പറ്റി മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഗോൾഡ് ഡിസൈൻ ചെയ്യുകയും മാനുഫാക്ചർ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ചെയ്യുന്ന ഒരു കമ്പനിയാണ് കല്യാൺ ജുവല്ലേഴ്സ്. ഇത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ജ്വല്ലറി റീറ്റെയിലേഴ്സ് ആണ്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ TS കല്യാണരാമനാണ് ഈ കമ്പനി ഫൗണ്ട് ചെയ്തത്. കമ്പനിയിലെ 73% ഗോൾഡ് ജ്വല്ലറീസ് ആണ്, 25% മാത്രമാണ് സ്റ്റഡഡ് ജ്വല്ലറി, അതായത് നമ്മുടെ ഡയമണ്ട്സ്, ജെം സ്റ്റോൺസ് എല്ലാം. ഇന്ത്യയിൽ ഇവർക്ക് 204 കല്യാൺ സ്റ്റോറുകളും കേന്ദർ എന്ന് പറഞ്ഞ ഷോറൂം ഇവർക്കുണ്ട്. അത് പുതിയൊരു അറിവാണ്, ഇത് വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായതാണ്. കേന്ദർ ഷോറൂം ഇന്ത്യയിൽ 13 എണ്ണവും. അതുപോലെ ടോട്ടൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവിടെ 36 ഷോറൂമും ഇവർക്കുണ്ട്. പിന്നെ ഇവർക്ക് മൈ കല്യാൺ എന്ന പേരിലുള്ള മിനി സ്റ്റോറുകളുണ്ട്, അത് 1006 ഉണ്ട്. പിന്നെ ജിയോഗ്രാഫിക്കൽ സ്പ്ലിറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ 86% ബിസിനസ്സും മിഡിൽ ഈസ്റ്റിൽ 14% ബിസിനസ്സാണ് ഇവർക്ക് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ ഇവർക്ക് 80 പുതിയ കല്യാൺ ഷോറൂമുകളും അതുപോലെ 50 കേന്ദർ ഷോറൂമുകളും പിന്നെ 6 ഷോറൂം ഓവർസീസിൽ, മിക്കവാറും മിഡിൽ ഈസ്റ്റ് കൺട്രിയിലായിരിക്കും. ഇത്രയും ഷോറൂം അവർക്ക് ഓപ്പൺ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ ഈ കമ്പനിയുടെ ലോണുകൾ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ 40 to 50% പ്രോഫിറ്റ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട് ലോണുകൾ അടച്ചു തീർക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാമാണ് ഈ കല്യാൺ ജുവല്ലേഴ്സ് എന്ന കമ്പനിയെ പറ്റിയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇവരുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവരുടെ സെയിൽസ്, എല്ലാ വർഷത്തെയും സെയിൽസ് നമുക്ക് ഇവിടെ കാണാം. സെയിൽസിൽ നോക്കുമ്പോൾ ഓരോ വർഷവും കൂടി വരുന്നത് നമുക്ക് കാണാം. ഇവിടെ കുറച്ച് കുറവുണ്ടെങ്കിലും ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് 26,000 കോടി വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് വളരെ പ്രധാനമാണ്. ഇവിടെ 141 കോടി ഉണ്ടായിരുന്നു 2018, പിന്നെ മൈനസായി. 2019 മൈനസായിരുന്നു, അതുപോലെ 2021 മൈനസാണ്. എങ്കിലും ഇപ്പോൾ ഇത് പ്രോഫിറ്റിലാണ്. 432, 500, ഇപ്പോൾ ഏകദേശം 801 കോടി വരെ എത്തിയിട്ടുണ്ട്. അതുപോലെ EPSും അതിൻ്റെ കൂടെ കൂടി വരുന്നുണ്ട്. ഇതെല്ലാം നല്ല കാര്യങ്ങളാണ്. പിന്നെ ഇവരുടെ ഓരോ ടാബിൻ്റെ അടുത്തും ഓരോ പ്ലസ് ഐക്കൺ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ കഴിയും. എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എംപ്ലോയി കോസ്റ്റ് കാണാം, അതർ കോസ്റ്റ്, മാനുഫാക്ചറിങ് കോസ്റ്റ് എല്ലാം നമുക്ക് ബ്രേക്ക് ഡൗൺ ആയിട്ട് എല്ലാം സെപ്പറേറ്റ് കാണാൻ പറ്റും. അതർ ഇൻകം, അതുപോലെ ഇവിടെ നെറ്റ് പ്രോഫിറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ സ്റ്റെപ്പിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിയതിൽ എനിക്ക് ഈ കമ്പനിയിൽ അധികം പ്രശ്നങ്ങൾ, വലിയ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. ഞാനത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്തു. ഇത് മാത്രം നോക്കിയാൽ പോരാ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് നമുക്ക് പോവാം. ഇപ്പം ഞാനുള്ളത് ടിക്കർ എന്ന വെബ്സൈറ്റിനകത്താണ്. ഇത് രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഇവിടെ നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് കാണാൻ പറ്റും. 49,836 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയാണ്. അതുപോലെ ഇവിടെ 1,898 കോടി കടമുണ്ട്. അത് വലിയ കടമൊന്നുമല്ല. ഈ കമ്പനിയെ സംബന്ധിച്ച് 49,000 കോടി മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിക്ക് 1,800 കോടി കടം എന്ന് പറയുന്നത് വലിയ കടമൊന്നുമല്ല, ചെറിയൊരു കടമാണ്. പിന്നെ ഇവർക്ക് 37% സെയിൽസ് ഗ്രോത്ത് ഉണ്ട്. പിന്നെ കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷ്, എല്ലാ ഡിവിഡൻറ്റും എല്ലാം കഴിച്ച് ഇവരുടെ കയ്യിൽ ക്യാഷ് ആയിട്ടുള്ളത് 635 കോടി ഉണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് ഈ കമ്പനിയുടെ കീഴിലുള്ള ബ്രാൻഡുകളാണ്. ഇത്രയും പേരിൽ ഇവർക്ക് ബ്രാൻഡുണ്ട്. പിന്നെ ഇവിടെ അവസാനം കാണുന്ന കേന്ദർ എന്ന പേരിലുള്ള ഷോറൂം ഇവർക്കുണ്ട് സ്വന്തമായിട്ട്. പിന്നെ ഇവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ ജൂൺ 2024 60% പ്രൊമോട്ടേഴ്സ് ഉണ്ടായിരുന്നത് ഇപ്പോൾ 62-82 ആയി. പക്ഷേ ഇവരത് പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്, 24% പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ട്. പ്ലെഡ്ജ് ചെയ്യാന്ന് വെച്ചാൽ ഇവർ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ വേറെ ബാങ്കുകൾക്കോ മറ്റുള്ള ഫൈനാൻസ് കമ്പനികൾക്കോ ഷെയർ കൊടുക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അതായത് പ്രൊമോട്ടേഴ്സ് 62% ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും 24% അതിൽ നിന്ന് കുറഞ്ഞു. അവർ പ്ലെഡ്ജ് ചെയ്തതുകൊണ്ടുള്ള ഒരുപാട് നെഗറ്റീവ് ന്യൂസുകളെല്ലാം നമ്മൾ കേട്ടതാണ് കുറച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ. അവരത് പ്ലെഡ്ജ് ചെയ്തത് കമ്പനി എക്സ്പാൻഡ് ചെയ്യാനുള്ള പണത്തിന് വേണ്ടിയിട്ട് ആയിരിക്കാം. അതുപോലെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് 16%, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് 13%, അതുപോലെ പബ്ലിക്കിൻ്റെ കയ്യിൽ 7% ഷെയർസുമാണ് ഹോൾഡിംഗ് ഉള്ളത്. കമ്പനിയുടെ സ്ട്രെങ്ത്തും ലിമിറ്റേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൂപ്പർ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാം, സിംഗപ്പൂർ ഗവൺമെൻറ് 1,070 കോടി രൂപ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അതുപോലെ നമോറ ഇന്ത്യ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, അത് ചിലപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹൗസസോ അതുപോലെ ഏതെങ്കിലും ധനകാര്യ സ്ഥാപനങ്ങളോ ആവാം. ഇനി നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് കിടക്കാൻ പോവാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് ഒരു ടിപ്പ് കാണിച്ചു തരാം. ടിക്കർ വെബ്സൈറ്റിൻ്റെ അകത്ത് റിപ്പോർട്ട്സ് എന്നൊരു ഏരിയയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആനുവൽ റിപ്പോർട്ട് 2024 എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണിക്കും. അതുപോലെ സ്ക്രീനർ വെബ്സൈറ്റിന്റെ അകത്തും ഡോക്യുമെന്റ്സ് എന്നൊരു ഏരിയയിൽ 2025 ഫൈനാൻഷ്യൽ ഇയർ എന്നുള്ള ലിങ്കും നമുക്ക് കാണാൻ പറ്റും. ഇത് രണ്ടും സെയിം ആണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന ആനുവൽ റിപ്പോർട്ട് കിട്ടും. ആനുവൽ റിപ്പോർട്ട് നമ്മൾ എന്തായാലും വായിച്ചു നോക്കണം. ആനുവൽ റിപ്പോർട്ടിനകത്ത് കമ്പനിയെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ ഡീറ്റെയിൽസും ഇതിൽ നിന്ന് കിട്ടും. ഞാൻ ആനുവൽ റിപ്പോർട്ട് മുഴുവനായിട്ട് വായിച്ചു നോക്കാറില്ല. ഞാൻ ഈ ആനുവൽ റിപ്പോർട്ട് ChatGPT-യിലേക്ക് അപ്ലോഡ് ചെയ്യും. എന്നിട്ട് അതിൽ കുറച്ച് പ്രോംപ്റ്റും കൂടി ആഡ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ChatGPT തന്നെ കണ്ടുപിടിച്ച് നമുക്ക് പറഞ്ഞു തരും. ഞാനിവിടെ ChatGPT-യിൽ കുറച്ച് പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആനുവൽ റിപ്പോർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ChatGPT-യിൽ കുറച്ച് റിസൾട്ട് നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ മെയിനായിട്ട് കൊടുത്തിട്ടുണ്ട് കോർ ബിസിനസ് ഇൻ ജ്വല്ലറി റിറ്റെയിൽ ആണ്. അതുപോലെ കല്യാൺ കേന്ദർ ബ്രാൻഡിനെ കുറിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കമ്പനിയുടെ റവന്യൂ, മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ആനുവൽ റിപ്പോർട്ട് വായിച്ചു നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കാം. ഇതിൽ ChatGPT നമുക്ക് തന്നെ കുറച്ച് ആൻസേഴ്സ് കണ്ടുപിടിച്ച് തരും. ഇപ്പോൾ നമ്മളുള്ളത് കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ സ്റ്റോക്ക് അനലൈസ് ചെയ്യുന്ന മൂന്നാമത്തെ സ്റ്റെപ്പിലാണ് ഉള്ളത്. ഇവിടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ചാർട്ടാണ് ഓപ്പൺ ആയി കിടക്കുന്നത്. ഇത് ഡേ ചാർട്ടാണ്. ഞാനിത് മാറ്റിയിട്ട് വീക്ക്ലി ചാർട്ട് ആക്കാൻ പോവുകയാണ്. ഒരുപാട് ഡാറ്റ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മന്ത്ലി ചാർട്ട് ആക്കണം. ഈ വീക്ക്ലി ചാർട്ടിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ലൈനുകൾ വരയ്ക്കാൻ പോവാണ്. അത് ഞാൻ എക്സ്റ്റൻഡഡ് ലൈൻ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. അതുപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തും ഇവിടെ ഞാനൊരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ ഒരു റെസിസ്റ്റൻസ് സപ്പോർട്ട് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ലൈൻ കൂടി ആവശ്യമുണ്ട്. ഈ ഒരു ഭാഗവും പിന്നെ അതിൻ്റെ തൊട്ട് മുകളിൽ ഈ ഒരു ഭാഗവും കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തും സപ്പോർട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഒരു ലൈനാണത്. ഈ ബ്ലൂ ലൈൻ ഉണ്ടല്ലോ, ബ്ലൂ ലൈനിൽ തട്ടിയിട്ടാണ് അത് നിന്നത്. ഈ ഒരു രീതിയിലാണ് എനിക്ക് ട്രെൻഡ് ലൈൻ കിട്ടിയത്. ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കാണുന്നത് പോലെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അതുപോലെ മുകളിൽ റെസിസ്റ്റൻസും ഉണ്ട്. ഇനി ഇവിടുന്ന് ഞാനിത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ മുകളിലോട്ട് വരെ പോകും. ഇവിടെ കുറച്ച് പ്രൈസ് മൂവ്മെൻറ്റ് ഉണ്ടായതിന് ശേഷം ചിലപ്പോൾ ഇത് താഴത്തേക്ക് വരാം, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് തന്നെ പോകാം. നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെയും ഒരു സപ്പോർട്ടുണ്ട്. ഏകദേശം ഈ ഒരു ഏരിയയിലേക്കായിരിക്കും ഈ പ്രൈസ് വരുന്നത്. ഇത് ഇവിടുന്ന് വന്ന് ലൈനിലേക്ക് ടച്ച് ചെയ്യും. ബ്ലൂ ലൈനിൽ ടച്ച് ചെയ്യും, അല്ലെങ്കിൽ ഈ ഗ്രീനിലും ടച്ച് ചെയ്യാം. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ആ ഷെയർ ഇപ്പോൾ 100 ഷെയർ ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 50% ഞാൻ സെയിൽ ചെയ്യും. സെയിൽ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് വാങ്ങിയത് ഇവിടെ എത്തിയതിനു ശേഷം വീണ്ടും താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ഫുൾ ഫണ്ടും ബ്ലോക്കായി കിടക്കാൻ പാടില്ല. 65% പ്രോഫിറ്റിൽ നമ്മൾ ആയിരിക്കും. അത് ഏകദേശം 238 ദിവസത്തിനുള്ളിൽ എത്താൻ സാധ്യതയുണ്ട്. അതായത് ഒരു വർഷം പോലും ആവുന്നതിന് മുമ്പ് 66% പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇനി അത് 50% നമ്മൾ വിറ്റിട്ട് ബാക്കി പൈസയിൽ ഇത് ചിലപ്പോൾ മുകളിലോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നിന്നത് നമുക്ക് സെല് ചെയ്യാം. ഇവിടെ നിന്ന് 50% വിറ്റതിന് ശേഷം ഇത് വീണ്ടും താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീണ്ടും ബൈ ചെയ്യാം. ആ 50% വിറ്റത് നമുക്ക് വീണ്ടും ഇവിടെ നിന്ന് ബൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വീണ്ടും മുകളിലോട്ട് പോകും. ആ സമയത്ത് നമുക്ക് ഈ ലൈനിൽ എത്തിയ സമയത്ത് നമുക്ക് 50% വീണ്ടും സെല് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ വീണ്ടും സെല് ചെയ്യാം. അങ്ങനെ നമ്മൾ താഴ്ന്ന് വീണ്ടും ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് സാധ്യത കൂടുകയാണ്. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇങ്ങനെ താഴത്തേക്ക് പോകുന്ന ഷെയറിൽ വീണ്ടും പൈസ ആഡ് ചെയ്യുന്നത് ഇത്രയും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയിൽ മാത്രമേ ചെയ്യാവൂ. ആ സമയത്തും നമ്മൾ കമ്പനിയെ പറ്റി വീണ്ടും പഠിക്കുക തന്നെ വേണം. ആ സമയത്തും ഈ കമ്പനിയുടെ കടങ്ങളും പ്രൊമോട്ടേഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കണം. ചിലപ്പോൾ പ്രൊമോട്ടേഴ്സ് എല്ലാം അതിൽ നിന്ന് പിൻവലിച്ച് അവർ മാറി നിൽക്കുന്നുണ്ടാവും. ആ സമയത്ത് നമ്മളും അതിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവർക്കറിയാം ആ കമ്പനിയുടെ പറ്റി ബാഡ് ന്യൂസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് ആദ്യം അറിയുന്നത്. അപ്പോൾ നമുക്ക് ഈ കമ്പനി കൺസിഡർ ചെയ്യാം എന്നാണ് ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് ഒന്നുമല്ല. ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ ഈ കമ്പനി വാങ്ങിക്കരുത്. ഞാൻ വാങ്ങുന്നത് എങ്ങനെയാണെന്നും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും നിങ്ങളെ കാണിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഇനി അവസാനമായിട്ട് ഒരു വെബ്സൈറ്റ് കൂടി നമുക്ക് നോക്കാനുണ്ട്. അത് ഓപ്ഷണലാണ്, നിർബന്ധമില്ല. എങ്കിലും അത് നോക്കുന്ന സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് കിട്ടും. ഈ ഫണ്ട് ഡേറ്റ എന്ന വെബ്സൈറ്റിൻ്റെ അകത്ത് കല്യാൺ ജ്വല്ലേഴ്സ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എഫിഷ്യൻസി, ഫൈനാൻഷ്യൽ ട്രെൻഡ് എല്ലാം നമുക്ക് ഗ്രീൻ ലൈനായിട്ടാണ് കാണുന്നത്. ഇവിടെ ചില സമയത്ത് ഇത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഇവിടെ റെഡ് വരാം. അതുപോലെ ഗ്രോത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെയും റെഡ് വരാം. ആ സമയത്ത് നമ്മൾ അത് ഒന്നുകൂടി കൺസിഡർ ചെയ്യണോ വേണ്ടേ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഈ ഒരു വെബ്സൈറ്റ് നമ്മുടെ കല്യാൺ ജ്വല്ലേഴ്സിൻ്റെ ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് ഓട്ടോമാറ്റിക് ഇതിനെക്കുറിച്ച് പഠിച്ച് ഇവിടെ ഒരു സമ്മറി നമുക്ക് തരുന്നതാണ് ഈ കാണുന്നത്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കമ്പനിയെ പറ്റിയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമ്പനിയുടെ പേര് ടൈപ്പ് ചെയ്യുക. ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു കമ്പനിയുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.